കോമ്രേഡ്. രചന ഏക. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. തന്നെ പിടിച്ചു നിർത്തിയ ആ ശബ്ദത്തിനുടമ ആരെന്നറിയാൻ അവൾ പതിയെ തിരിഞ്ഞു നോക്കി. മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് അവൾ ഭയത്തോടെ പുറകിലേക്കൊന്ന് മാറി. ഇന്നലെ തന്നെ ഉപദ്രവിക്കാൻ വന്ന 4 പേരും കൂടെ ഒരാളും. അധികം ചിന്തിക്കേണ്ടി വന്നില്ല. കൂടെയുള്ളത് വൈശാഖാണെന്ന് അവൾക്ക് മനസ്സിലായി. അപ്പൊ ഇതാണ് നിങ്ങൾ പറഞ്ഞ കക്ഷി അല്ലേ? വൈശാഖ് ഒരു വശ്യമായ ചിരിയോടെ അവളുടെ അടുത്തേക്ക് വന്നു. ആള് നിങ്ങൾ പറഞ്ഞതിനേക്കാൾ സുന്ദരിയാണല്ലോ. വെറുതെ അല്ല അവന്മാര് കയറി ഇടപെട്ടത്. വൈശാഖ് അവൾ അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു. അവന്റെ നോട്ട് അവൾക്ക് അരോചകമായി തോന്നിയെങ്കിലും ഒന്നും പ്രതികരിക്കാതെ അവൾ മിഴികൾ താഴ്ത്തി നിന്നു. നീ ആള് കൊള്ളാലോടി. വന്നതിനെ നീ അവരെ കയ്യിലെടുത്തോ? ഞങ്ങള് ചിലരൊക്കെ ഇവിടെ ഉണ്ട്, ഒന്ന് പരിഗണിക്കണം. അയാൾ ഒരു വശ്യമായ ചിരിയോട് അവളോട് പറഞ്ഞു. അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു. അതുകൂടി കണ്ടപ്പോൾ വൈശാഖിന്റെ രോഷം ഇരട്ടിച്ചു. എന്താ തമ്പുരാട്ടിക്കുട്ടിക്ക് പറഞ്ഞ ഇഷ്ടമായില്ലേ? അവൻ ദേഷ്യത്തോടെ ഒന്നുകൂടി അവളോട് ചേർന്ന് നിന്നു. അവൾ പേടിച്ച് 2 അടി പുറകോട്ട് മാറി. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് പറയുന്നതിനേക്കാൾ പ്രവർത്തിക്കുന്നതാളിയാ ഇഷ്ടം. പുറകിൽ നിന്ന് സണ്ണി വിളിച്ചു പറഞ്ഞു. തലേ ദിവസത്തെ അശ്വിന്റെ പ്രകടനം അവർ 4 ആളുടെ മുഖത്തും ശരീരത്തിലും വളരെ വ്യക്തമായി തന്നെ കാണുന്നുണ്ട്. എന്നാ പിന്നെ സംസാരിച്ചിരിക്കാതെ നമുക്ക് കാര്യങ്ങളങ്ങ് തുടങ്ങിയാലോ? അയാൾ ഒരു വശ്യമായ ചിരിയോടെ അവളിലേക്ക് വീണ്ടും അടുത്തു. ഇവരിന്നലെ നിന്റെ മുടിയല്ലേ മുറിക്കാൻ നോക്കിയത്? ഞാനിന്ന് നിന്നെ പരസ്യമായിട്ട് ചുംബിക്കാൻ പോവാ. ആരാ തടയാൻ വരുന്നതെന്ന് കാണട്ടെ. അയാൾ രൗദ്രഭാവത്തോടെ അവളിലേക്ക് വീണ്ടും അടുത്തു. അവൾ പേടിയോടെ വീണ്ടും പുറകിലേക്ക് തന്റെ പാദങ്ങളെ ചലിപ്പിച്ചു. ഈശ്വര, എന്തൊരു പരീക്ഷണാണിത്! ഇതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്ത്? അവൾ ഉള്ളാലെ ഭഗവാനോട് ചോദിച്ചു. അവളുടെ ആ പേടിച്ചരണ്ട നിൽപ്പും വിറയാർന്ന ചുണ്ടുകളും അവനിൽ വീണ്ടും ആവേശമുണ്ടാക്കി. അവൻ അവളോട് ഒന്നുകൂടി അടുത്തു. അവന്റെ ചുണ്ടുകൾ അവളുടെ അധരങ്ങളിൽ അടുപ്പിച്ചതും പെട്ടെന്ന് അവനെ പുറകിൽ നിന്ന് ആരോ ചവിട്ടി വീഴ്ത്തി. പ്രതീക്ഷിക്കാത്ത ആക്രമണമായതുകൊണ്ട് തന്നെ വൈശാഖ് മറിഞ്ഞു വീണു. ശിവ തന്റെ മുന്നിൽ നിൽക്കുന്ന ആളെ നന്ദിയോടെ നോക്കിയതും അയാളുടെ കണ്ണുകൾ കണ്ട് അവൾ പേടിച്ച് മാറി നിന്നു. വീണെടുത്ത് നിന്ന് വൈശാഖ് എണീറ്റ് നോക്കിയപ്പോൾ തന്നെ ദേഷ്യത്തോടെ നോക്കുന്ന അശ്വിനെയാണ് കണ്ടത്. അവന്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നിട്ടുണ്ട്. ഞരമ്പുകളെല്ലാം വലിഞ്ഞു മുറുകി പകയോടെ അവൻ വൈശാഖിന്റെ അടുത്തേക്ക് കുതിച്ചു. അവന്റെ ദേഷ്യം മുഴുവൻ വൈശാഖിൽ അവൻ തീർത്തു. വൈശാഖ് ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും അശ്വിന്റെ പകക്ക് മുമ്പിൽ അവയെല്ലാം നിഷ്ഫലമായിരുന്നു. തലേ ദിവസത്തെ ആക്രമണം ഓർമ്മയുള്ളതുകൊണ്ടാവാം മറ്റുള്ളവരൊന്നും അവനോട് അടുത്തില്ല. അടികിട്ടിയ അവശനായ വൈശാഖിന് അവന്റെ കോളറിൽ പിടിച്ചു വലിച്ച് ശിവയുടെ മുമ്പിലായി അശ്വിൻ നിർത്തി. ഭയം അവളെ വല്ലാതെ കീഴ്പ്പെടുത്തിയിരുന്നു. കൈകാലുകൾ കുഴയുന്ന പോലെ അവൾക്ക് തോന്നി. ഒരാശ്രയത്തിനു വേണ്ടി അവൾ ചുറ്റും കണ്ണോടിച്ചു. ചുറ്റും എല്ലാവരും ഉണ്ടെങ്കിലും ആരും അവളുടെ അടുത്തേക്ക് വരാൻ തയ്യാറായില്ല. അടിക്കടിയവനെ, നിന്നോട് അപമര്യാദയായിട്ട് പെരുമാറിയവന്റെ കാരണം നോക്കിയൊന്ന് കൊടുക്ക്. അവൾ ഭയത്തോടെ അശ്വിനെയും വൈശാഖിനെയും നോക്കി. അശ്വിന്റെ അടിയിൽ വൈശാഖ് നന്നെ ക്ഷീണിച്ചിട്ടുണ്ടെങ്കിലും അവളെ നോക്കുന്ന അവന്റെ കണ്ണുകൾ പക കൊണ്ട് ജ്വലിക്കുന്നുണ്ടായിരുന്നു. അതുകൂടി കണ്ടപ്പോൾ അവളുടെ പേടി ഒന്നുകൂടെ കൂടി. അടിക്കടിയവനെ, അശ്വിൻ വീണ്ടും അലറിക്കൊണ്ട് പറഞ്ഞു. അവന്റെ ഉച്ചത്തിലുള്ള അലർച്ച കേട്ട ശിവയുടെ കൈകൾ യാന്ത്രികമായി തന്നെ അവന്റെ കരണത്ത് പതിഞ്ഞു. അത് കണ്ടത് അശ്വിന്റെ മുഖത്ത് ഒരു ചിരി വിടർന്നു. അവൾ അടിച്ച കവളിൽ പൊത്തിപ്പിടിച്ചുകൊണ്ട് വൈശാഖ് അവളെ പകയോടെ നോക്കി പ്രതികരിക്കാതെ അവിടെ നിന്നും പോയി. അവൻ പോകുന്നത് നോക്കി നിൽക്കായിരുന്ന അശ്വിന്റെ കൈകളിലേക്ക് ശിവ കുഴഞ്ഞു വീണു. ശിവ മോളെ. പരിചയമുള്ള ആ ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. അവൾ ആരെന്നറിയാൻ തിരിഞ്ഞു നോക്കിയതും തന്നെ പുഞ്ചിരിയോടെ നോക്കി നിൽക്കുന്ന പാത്തുവിനെ കണ്ടതും അവളുടെ മുഖത്ത് ഒരേ സമയം സങ്കടവും സന്തോഷവും കടന്നു വന്നു. അവൾ ഓടിച്ചെന്ന് പാത്തുവിന് ഇറുകെ പുണർന്നു. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ പൊട്ടിക്കരഞ്ഞു. പാത്തുവും കരച്ചിലടക്കാൻ പാടുപെടുകയായിരുന്നു. കുറച്ചു സമയം അവർ അതേ നിൽപ്പ് തുടർന്നു. അവളിൽ നിന്ന് അടർന്നു മാറിയപ്പോഴാണ് തന്നെ നോക്കി നിൽക്കുന്ന പാത്തുവിന്റെ മോനെ അവൾ ശ്രദ്ധിച്ച്. ശിവ വാത്സല്യത്തോടെ അവനെ കോരിയെടുത്ത് ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. പാത്തു പുൻസിരിയോടെ അതൊക്കെ നോക്കി നിന്നു. തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന വേറെ 3 മുഖങ്ങളെ അപ്പോഴാണ് അവൾ കാണുന്നത്. അച്ചായനും ശ്യാമും കാർത്തിയും. കാർത്തിയെ കണ്ടതും അവളുടെ സകല നിയന്ത്രണവും പോയി. ഏട്ടാ എന്ന് വിളിച്ചുകൊണ്ട് അവൾ കാർത്തിയുടെ അരികിലേക്ക് ഓടി. തങ്ങളുടെ പഴയകാല ഓർമ്മകൾ കാർത്തിയിലും വേദനയുണ്ടാക്കുന്നുവെന്ന് അവൻ്റെ മുഖം വ്യക്തമാക്കുന്നുണ്ട്. അച്ചായനും ശ്യാമിനും കാർത്തിയെയും പാത്തുവിനെയും കണ്ട സന്തോഷമായിരുന്നു. അവരെല്ലാവരും കൂടി കുറച്ച് സമയം കൂടി അവിടെ നിന്നു. തങ്ങളിലൊന്നിൻ്റെ വിയോഗം ആ കൂട്ടുകാരുടെ മനസ്സിൽ വല്ലാതെ മുറിവേൽപ്പിച്ചിട്ടുണ്ടെന്ന് കാണുന്നവർക്ക് വ്യക്തമാവും. അവരുടെ സങ്കടം കാണുമ്പോഴറിയാം അശ്വിൻ എന്ന സഖാവ് അവർക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു എന്ന്. തിരികെ അവരെല്ലാവരും ഒരുമിച്ചാണ് കോളേജിൽ നിന്ന് മടങ്ങിയത്. യാത്രയിലുടനീളം വല്ലാത്തൊരു മൗനം അവിടെ വ്യാപിച്ചു.
എല്ലാവരും സഖാവിൻ്റെ ഓർമ്മകളിലൂടെ സഞ്ചരിക്കുകയാണെന്ന് അവരുടെ മുഖം വ്യക്തമാക്കുന്നുണ്ട്. ഇറങ്ങി വാ എന്ന അച്ചായൻ്റെ ശബ്ദം കേട്ടാണ് ശിവ ചിന്തകളിൽ നിന്ന് ഉണർന്നത്. അവൾ വണ്ടിയിൽ നിന്നിറങ്ങി ചുറ്റുമൊന്ന് നിരീക്ഷിച്ചു. തനിക്ക് പരിചിതമായ സ്ഥലം കണ്ടതും അവൾ അച്ചായനെ സംശയത്തോടെ നോക്കി. വാ എന്നും പറഞ്ഞ് അച്ചായൻ അവരെയും കൊണ്ട് മുമ്പോട്ട് നടന്നു. ഒരു ഓടിട്ട വീടിന് മുമ്പിൽ അവർ നിന്നതും ശിവയുടെ പാദങ്ങൾ യാന്ത്രികമായി തന്നെ ആ വീടിൻ്റെ പുറകുവശത്തേക്ക് ചലിച്ചു. അവൾക്ക് പുറകെ അവളുടെ പ്രിയപ്പെട്ടവരും നടന്നു. കുറച്ച് മുമ്പോട്ട് നടന്നതും അവളുടെ പാദങ്ങൾ നിശ്ചലമായി. അവർക്ക് മുമ്പിലായി കണ്ട അസ്ഥിത്തറയിലേക്ക് എല്ലാവരും വേദനയോടെ നോക്കി. തങ്ങളുടെ പ്രിയ സുഹൃത്ത് തങ്ങളുടെ വരവും പ്രതീക്ഷിച്ച് അവിടെ കാത്തിരിക്കുന്നുണ്ടെന്ന സത്യം അവരെല്ലാവരും വേദനയോടെ ഓർത്തു. അവിടെ എത്തിയതും ശിവ തൻ്റെ മിഴികൾ അമർത്തി തുടച്ചു. മുഖത്ത് പുഞ്ചിരി വരുത്തിക്കൊണ്ട് അവൾ അസ്ഥിത്തറയുടെ അരിയിലേക്ക് നടന്നു. അച്ചേട്ടാ, ഇതാരൊക്കെയാ വന്നിരിക്കുന്നത് നോക്കിയേ, അവൾ കൃത്രിമമായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ദേ ഇങ്ങോട്ട് നോക്കിയേ, ഇക്കായിക്കാന്ന് വിളിച്ച് പുറകെ നിന്ന പെണ്ണ. ഇപ്പൊ പെണ്ണാകെ മാറിപ്പോയി അല്ലേ? പാത്തുവിനെ പിടിച്ചുകൊണ്ട് ശിവ പറഞ്ഞു. ശരിക്കും ഇവിടൊന്നും മിണ്ടാൻ പോലും പറ്റില്ല അച്ചുവേട്ടാ എന്ന് വന്ന അവളുടെ ഇക്കാനെ കാണാൻ. ശിവ പരിഭവത്തോടെയും പുഞ്ചിരിയോടെയും പറഞ്ഞു. ദേ നോക്ക് പാത്തു, ഇക്കാക്ക് ഇഷ്ടപ്പെട്ടില്ല നിന്നെ പറഞ്ഞ്. പുള്ളി മിണ്ടുന്നില്ലല്ലോ, കണ്ടോ? അവൾ അസ്ഥിത്തറയിലേക്ക് ചൂണ്ടിക്കൊണ്ട് പാത്തുവിനോട് പറഞ്ഞു. അല്ലേലും പെങ്ങൾ വന്നാൽ പിന്നെ എന്നെ വേണ്ടല്ലോ, ആങ്ങളെയും പെങ്ങളും ഒറ്റക്കെട്ടല്ലേ, നമ്മൾ പുറത്തും. ശിവ പരിഭവത്തോടെ പറഞ്ഞു. അവളുടെ സംസാരം കേട്ട് പാത്തു കരച്ചിലടക്കാൻ പാടുപെട്ടു. അവളുടെ തേങ്ങലുകൾ പുറത്തേക്ക് വന്നു. അയ്യേ, എന്തിനെൻ്റെ ഉമ്മച്ചി കൂടി കരയുന്നേ? ദേ കരയുന്ന എൻ്റെ അച്ചുവേട്ടന് ഇഷ്ടമല്ല കേട്ടോ, പ്രത്യേകിച്ച് ഏട്ടൻ പ്രാണനെ പോലെ സ്നേഹിച്ച പെങ്ങളൂട്ടി കരയുന്നു. അവൾ പാത്തുവിൻ്റെ മിഴിനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. കാർത്തിയേട്ടനും വന്നിട്ടുണ്ട്, ഇങ്ങോട്ട് വായട്ടാ. എൻ്റെ അച്ചുവേട്ടൻ നിങ്ങൾക്ക് വേണ്ടി എത്ര ദിവസമായി കാത്തിരിക്കുമെന്നറിയോ? കണ്ണു നിറച്ച് കണ്ടോട്ടെ പ്രിയ സുഹൃത്ത്. അത് പറഞ്ഞപ്പോൾ അവളുടെ ശബ്ദമൊന്നിടറി. അവൾ വാചാരയാവുന്നത് അവർ വേദനയോടെ നോക്കി നിന്നു. കുറച്ച് സമയം അവർ നിശബ്ദരായി അവിടെ തന്നെ നിന്നു. പതിയെ അവിടെ നിന്നും പിൻവാങ്ങി. അവളെ വിളിക്കാൻ ഒരുങ്ങിയ പാത്തുവിനെ അച്ചായം വിലക്കി. അവരവിടെ നിന്ന് പോയതും ശിവ സകല നിയന്ത്രണവും വിട്ട് പൊട്ടിക്കരഞ്ഞുപോയി. കരഞ്ഞവൾ ആ മണ്ണിൽ തന്നെ ഇരുന്നു. എത്ര കരയേണ്ടെന്ന് വിചാരിച്ചാലും നിന്റെ ഓർമ്മകൾ എൻ്റെ മിഴികൾ നനക്കുകയാണല്ലോ സഖാവേ. ഇവിടെ വരുമ്പോഴെല്ലാം ഞാൻ ആ സത്യം തിരിച്ചറിയുകയാണ്. നീ ഇന്നില്ല എന്ന സത്യം. തിരിച്ചു കിട്ടാത്തൊരു നൊമ്പരമായി നീ മാറിയപ്പോൾ നഷ്ടമായത് നമ്മൾ ഒരുമിച്ച് നെയ്തു കൂട്ടിയ സ്വപ്നങ്ങളായിരുന്നു. എന്നെ ഒന്ന് ഇറുകെ പുണരാൻ നിന്റെ കരങ്ങൾ കൊതിക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. തിരിച്ചു കിട്ടാത്ത ഓർമ്മകളായി നീ മാറിയപ്പോൾ തളർന്നു പോയതെൻ്റെ കരങ്ങളാണ്. ഒരിക്കൽ കൂടി നീ ഒന്ന് വന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാ. അവൾ കരഞ്ഞുകൊണ്ട് അസ്ഥിത്തറക്ക് മുകളിൽ കിടന്നു. ഓളെ പരിചിതമായ ശബ്ദം കേട്ടാണ് അവൾ തിരിഞ്ഞു നോക്കിയത്. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ഒരേ സമയം സങ്കടവും സന്തോഷവും വന്ന അവൾക്ക്. അമ്മ. തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളെ കണ്ടതും ശിവയുടെ ചുണ്ടുകൾ പതിയെ മന്ത്രിച്ചു. അവളെ സ്വീകരിക്കാനെന്നവണ്ണം അവരുടെ രണ്ട് കൈകളും അവൾക്ക് നേരെ നീട്ടി. അവൾ ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു. അവരവളുടെ മുടിയിൽ വാത്സല്യത്തോടെ തഴുകിക്കൊണ്ടിരുന്നു. എവിടെയായിരുന്നു അമ്മ? ഞാൻ എത്ര കാലമായി അന്വേഷിക്കുന്നു. എന്നോടൊരു വാക്കുപോലും പറയാതെ എങ്ങോട്ടാണ് നിങ്ങൾ പോയത്? കരച്ചിലിനിടയിലും അവൾ ചോദിച്ചുകൊണ്ടിരുന്നു. എല്ലാം അമ്മ പറയാം മോളെ. എൻ്റെ കുട്ടി എന്തിനങ്ങനെ കരയുന്നു? ദേ കരയുന്ന ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഈ കിടക്കുന്നത്. അശ്വിൻ്റെ അസ്ഥിത്തറയിലേക്ക് ചൂണ്ടിക്കൊണ്ട് അമ്മ പറഞ്ഞു. എൻ്റെ കണ്ണീര് കണ്ട് വളർന്ന കുട്ടിയാണ്, അതുകൊണ്ടാവും അവന് കണ്ണീര് ഇത്ര വെറുപ്പ്. പക്ഷേ അവന് ഭാഗ്യമില്ലാതെ പോയി. ജീവിതകാലം മുഴുവൻ ആ കണ്ണീര് കാണാനാ അവൻ്റെ യോഗം. ഇപ്പം മരിച്ചപ്പോൾ ആ കണ്ണീരിന് കാരണം അവനായി തീർന്നു. തൻ്റെ സാരി തലപ്പുകൊണ്ട് മുഖം തുടച്ചുകൊണ്ട് അവർ പറഞ്ഞു. ശിവാസ്ഥിത്തറയിലേക്ക് തന്നെ നോക്കി നിന്നു. അത് കണ്ടതുകൊണ്ടാവാം അമ്മ അവളെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. ഉമ്മറത്ത് തന്നെ മൂകമായിരിക്കുന്ന തൻ്റെ സുഹൃത്തുക്കളെ നോക്കി അവളൊന്ന് ചിരിച്ചു എന്ന് വരുത്തി. അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ചേച്ചി എന്ന് വിളിച്ച് രണ്ട് പെൺകുട്ടികൾ ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. തൻ്റെ രണ്ട് കൈകൾ കൊണ്ടും അവരെ ചേർത്ത് പിടിച്ചു. തൻ്റെ സഖാവിൻ്റെ അനിയത്തി കുട്ടികൾ കണ്ണിലെ കൃഷ്ണമണി പോലെ ഏട്ടൻ കൊണ്ടു നടന്നതാണ് ഇവരെ. അവരുടെ എല്ലാമായ ഏട്ടൻ്റെ വിയോഗം അവരെയും നന്നായി തളർത്തിയിട്ടുണ്ട്. കുറച്ച് സമയം അവിടെ വല്ലാത്തൊരു മൗനം തളം കെട്ടി നിന്നു. എല്ലാവരും തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ഓർമ്മകളിലൂടെ ഒന്ന് സഞ്ചരിച്ചു. അവനില്ലാത്ത അവൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ആ വീട്ടിലേക്ക് വരാൻ ആർക്കും ഇഷ്ടമില്ല. എവിടെയാണ് നിങ്ങൾ ഇതുവരെ? ഞാൻ എത്ര അന്വേഷിച്ചു. ഏറെ നേരത്തെ മൗനം ഭേദിച്ച് ശിവ തന്നെ സംസാരത്തിന് തുടക്കം കുറിച്ചു. അത് പിന്നെ എന്ന് പറഞ്ഞ് അമ്മ അച്ചായനെ നോക്കി. ഞാൻ പറഞ്ഞുതരാം നിനക്കെല്ലാം, അച്ചായൻ ശിവയെ നോക്കി പറഞ്ഞു. അച്ചു മരിച്ചു കഴിഞ്ഞ് നമ്മൾ കേസുമായിട്ട് മുന്നോട്ട് പോയില്ലേ?
അന്ന് രാത്രി ഇവർക്ക് നേരെ കുറച്ചാളുകളുടെ ആക്രമണം ഉണ്ടായി. തക്ക സമയത്ത് ഞാനെത്തിക്കൊണ്ട് രക്ഷപ്പെട്ടു. ഇവരിവിടെ ഇനി നിർത്തുന്നത് സുരക്ഷയില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ആ രാത്രി തന്നെ ഞാൻ ഇവരിവിടെ നിന്ന് മാറ്റിയത്. ആ സമയത്ത് ആരെയും അറിയിക്കാൻ എനിക്ക് തോന്നിയില്ല. നീ അന്വേഷിച്ചപ്പോഴേക്കൊന്നും പറയാതിരുന്ന് എല്ലാവരും ഞാൻ നിന്റെ പഠനത്തെ അത് ബാധിക്കുമെന്ന് കരുതിയിട്ടാ. എന്തിനധികം ശ്യാമിന് പോലും ഇവർ ഇപ്പോഴാണ് അറിയുന്നത്. ശ്യാമിനെ നോക്കി അച്ചായൻ പറഞ്ഞു. ശിവ എല്ലാം കേട്ടുകൊണ്ട് മൗനമായി നിന്നു. ഇന്ന് നമ്മുടെ കയ്യിൽ അധികാരമുണ്ട്. അന്ന് നീതിക്ക് വേണ്ടി കയറിറങ്ങിയ വെറും അലവരാതി കോളേജ് പിള്ളേരല്ല നമ്മളിപ്പോൾ. നമ്മളോട് ഇത്രയും ക്രൂരത കാട്ടിയത് ആരാണെങ്കിലും ഞാൻ വെറുതെ വിടില്ല ശിവ. മുഷ്ടി ചുരുട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. കുറച്ച് സമയം അവരവിടെ ചെലവഴിച്ചു. ഇന്നൊരു ദിവസം ഞാനിവിടെ നിന്നോട്ടെ. എല്ലാവരും യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നേരം ശിവ അമ്മയോട് വളരെ ദയനീയമായി ചോദിച്ചു. അവളുടെ ചോദ്യം കേട്ടതും അവരുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് വിടർന്നു. ഈ ഒരു കാര്യം അവരും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു എന്ന് അവരുടെ മുഖം വ്യക്തമാക്കുന്നുണ്ട്. അവർ വാത്സല്യത്തോടെ അവളെ കെട്ടിപ്പിടിച്ചു. അവൾ സമ്മതത്തിനെന്ന പോലെ അച്ചായനെ നോക്കി. ഒരു പുൻചിരിയാലെ അച്ചായൻ അവൾക്ക് മൗനാനുവാദം നൽകി. എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങാൻ നേരത്താണ് പാത്തു അവരുടെ കൂട്ടത്തിലില്ല എന്ന കാര്യം അവർ മനസ്സിലാക്കുന്നത്. അവളുടെ മോൻ മുറ്റത്തിരുന്ന് കളിക്കുന്നുണ്ട്. അശ്വിൻ്റെ 2 പെങ്ങന്മാരും കൂടെയുണ്ട്. അവളെ മാത്രം കാണാനില്ല. അവളെ അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ അശ്വിൻ്റെ അസ്ഥിത്തറയുടെ അരികിലായിട്ട് അവൾ നിൽക്കുന്നവർ കണ്ടു. അവരെല്ലാവരും അവളുടെ അരികിലേക്ക് ചെന്നു. ആ അസ്ഥിത്തറയിലേക്ക് തന്നെ നോക്കി കണ്ണുനീർ വാർത്ത് നിൽക്കുകയാണവൾ. ശിവ പതിയെ അരികിൽ ചെന്ന് അവളുടെ ചുമലിൽ പിടിച്ചു. എന്തോ ചിന്തയിലെന്ന പോലെ നിൽക്കുന്ന അവൾ പെട്ടെന്ന് ഞെട്ടി ശിവയെ നോക്കി. അവളെ കണ്ടതും അവൾ ശിവയെ ഇറുകെ പുണർന്നുകൊണ്ട് കരഞ്ഞു. ശിവ നോക്ക്, എൻ്റെ ഇക്ക ഞാൻ വന്ന് അറിഞ്ഞിട്ടുണ്ട്. ഇക്ക എന്നോട് സംസാരിക്കുന്നുണ്ട്. എനിക്കോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഇക്കയുടെ സാന്നിധ്യം ഞാനിവിടെ അറിയുന്നുണ്ട്. എൻ്റെ ഇക്കാക്ക് ഒത്തിരി സന്തോഷമായിട്ടുണ്ട് ഞാൻ വന്ന്. എനിക്കതറിയാൻ പറ്റുന്നുണ്ട്. ഒരു ഭ്രാന്തിയെപ്പോലെ അവൾ എന്തൊക്കെയോ പുലമ്പെന്ന് അവരെല്ലാവരും വേദനയോടെ നോക്കി നിന്നു. കാർത്തി അവളെ പിടിച്ചപ്പോൾ ഒരു കുഞ്ഞിനെ പോലെ അവൾ അയാളെ പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഏട്ടാ, ഞാൻ ഇതാ ഇങ്ങോട്ട് വരാത്ത. എൻ്റെ ഇക്ക ഈ അവസ്ഥയിൽ എനിക്ക് കാണാൻ വയ്യ. ഒരുപാട് സ്നേഹം തന്നതല്ലേ. ഇപ്പം അതൊന്നും തരാൻ കഴിയാതെ എൻ്റെ ഇക്ക ഇവിടെ കിടക്കുന്നത് എനിക്ക് കാണാൻ വയ്യ, അവൾ തേങ്ങിക്കൊണ്ട് പറഞ്ഞു. അവിടെയുള്ളവർക്കെല്ലാം സങ്കടം പിടിച്ചിർത്താൻ കഴിഞ്ഞില്ല. എല്ലാവരുടെയും തേങ്ങൽ ഉച്ചത്തിലായി. കണ്ടുപിടിക്കണം ചായ. എന്തു തന്നെ ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും കണ്ടുപിടിക്കണം. നമ്മുടെ സന്തോഷം ഇല്ലാതാക്കിയവരെ വെറുതെ വിട്ടൂടാ. കൂട്ടത്തിലൊരുത്തൻ്റെ ജീവൻ കൊണ്ട് പോയവരെ ജീവനോടെയുണ്ടെങ്കിൽ ഇഞ്ചിഞ്ചായി നരകിപ്പിച്ച് കൊല്ലണം. ആ ചായനോട് പാത്തു അത് പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ പകയുടെ കനൽ ജ്വലിക്കുന്നുണ്ടായിരുന്നു. കൂട്ടത്തിലൊന്നിൻ്റെ ജീവനെടുത്തവനെ കിട്ടുകയാണെങ്കിൽ നീ അവരെ ഒരു നിയമത്തിന് വിട്ടുകൊടുക്കരുത്. എൻ്റെ മുമ്പിലിട്ട് തരണം, കാർത്തി അച്ചായനോട് പറഞ്ഞു. കുറച്ച് സമയം അവരുടെ കൂട്ടുകാരുടെ ചാരത്ത് നിന്നിട്ട് അവരവിടെ നിന്നും പോയി. വണ്ടിയുടെ അരികിലെത്തുന്നവരെയും അച്ചായൻ ശിവയെ നോക്കിക്കൊണ്ടിരുന്നു. അവൻ്റെ നോട്ട് അവൾ അറിയുന്നുണ്ടെങ്കിലും അവളത് മനഃപൂർവ്വം കണ്ടില്ലെന്ന് അടിച്ച്. അച്ഛനെ വിളിച്ചിന്ന് വരുന്നില്ലെന്ന കാര്യം അവൾ അറിയിച്ചു. കുളിച്ച് ഫ്രഷ് ആവണമെന്നുണ്ട്. പക്ഷേ മാറിയെടുക്കാൻ വേറൊന്നും ഇല്ലാത്തതിനാൽ അവളതിന് തയ്യാറായില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അമ്മ വന്ന് അവളുടെ കയ്യിലൊരു കവർ കൊടുത്തു. മോള് പോയി ഇന്ന് മേലെഴിയുക. ഇന്ന് ശിവയുടെ അസ്ഥിത്തറക്ക് മോള് തിരികൊളുത്തണം, അവരവളോട് പറഞ്ഞു. അവൾ ആ കവറിലേക്ക് തന്നെ സംശയത്തോടെ നോക്കി നിന്നു. സംശയിക്കണ്ട, ഇത് മോളുടെ പിറന്നാളിന് തരാൻ വേണ്ടി അവൻ വാങ്ങിയതാ. പക്ഷേ ഇത് തരാനുള്ള ഭാഗ്യം അവനുണ്ടായില്ലല്ലോ, അവർ സങ്കടത്തോടെ പറഞ്ഞു. അവൾ അത്ഭുതത്തോടെ ആ കവറിലേക്ക് നോക്കി. ആകാംക്ഷയോടെ അത് തുറന്നു നോക്കി. ഒരു ചുവപ്പ് പട്ടുസാരിയായിരുന്നു അത്. തൻ്റെ സഖാവ് തനിക്ക് വേണ്ടി വാങ്ങിയ പിറന്നാൾ സമ്മാനം. അത് കണ്ടതും അവളുടെ ഉള്ളിലൊരു വിങ്ങലുണ്ടായി. മോൾക്കിത് തരണമെന്ന് ഞാൻ പല പ്രാവശ്യം ആഗ്രഹിച്ചതാ. ഇങ്ങനെയുള്ള ഓർമ്മകൾ നിന്നെ കൂടുതൽ സങ്കടപ്പെടുത്തുമെന്ന് വിചാരിച്ച് തരാൻ തോന്നിയില്ല. എന്തെങ്കിലും തരാമെന്ന് വിചാരിച്ച് ഞാൻ സൂക്ഷിച്ച് വെച്ചതാ. അവൾ പട്ടുസാരിയിൽ നിന്ന് കണ്ണെടുക്കാതിരിക്കുന്ന കണ്ട് അമ്മ പറഞ്ഞു. അവൾ അതിനൊന്ന് മൂളുക മാത്രം ചെയ്തു. ആ സാരിയിലേക്ക് നോക്കുന്തോറും ശിവയുടെ മനസ്സ് കൈവിട്ടു പോകുന്ന പോലെ തോന്നി. എൻ്റെ പെണ്ണെ, നിന്റെ കഴുത്തിലൊരു ചുവപ്പ് വരണമാലി ഞാൻ ചാർത്തി തരുമ്പോൾ അത് സ്വീകരിക്കാൻ നീ ചുവന്ന സാരി ഉടുത്തുണ്ടാവണം. ഞാൻ എന്നും കാണുന്ന സ്വപ്നാണത്. അച്ചുവേട്ടൻ്റെ ആ ശബ്ദം അവളുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അവൾ പതിയെ അവൻ്റെ അസ്ഥിത്തറ ലക്ഷ്യമാക്കി നടന്നു. മഴക്കാറുകൊണ്ട് വാനം നന്നായി ഇരുട്ടി തുടങ്ങിയിരുന്നു. അവൾ അസ്ഥിത്തറ നോക്കി കുറച്ചു നേരം മൗനമായി നിന്നു. മഴ ഭൂമിയിലേക്ക് ആവേശത്തിൽ പതിച്ചുകൊണ്ടിരുന്നു. മഴ പെയ്തു തുടങ്ങിയതും അവളെ അമ്മ അകത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും അവൾ അതിനെ തടഞ്ഞു. വേണ്ട അമ്മേ, എൻ്റെ അച്ചുവേട്ടന് ഈ മഴയും വെയിലെല്ലാം കൊള്ളുന്നല്ലേ. ഇന്ന് ഏട്ടന് കൂട്ടായി ഞാൻ ഈ മഴയിലൊന്ന് അലിയട്ടെ. എത്ര നിർബന്ധിച്ചാലും അവൾ വരില്ലെന്ന് അവർക്ക് ഉറപ്പായതുകൊണ്ട് അവർ അകത്തേക്ക് പോയി. അവൾ ആ മഴയിൽ ലയിച്ച് തൻ്റെ പ്രണയത്തെ നോക്കി അങ്ങനെ നിന്നു. ഭക്ഷണമെല്ലാം കഴിച്ച് അച്ചുവിൻ്റെ റൂമിലിരിക്കുകയാണ് ശിവ.
ആ റൂമിൽ ഇപ്പോഴും അവൻ്റെ ഗന്ധമുള്ളതുപോലെ അവൾക്ക് തോന്നി. വളരെ ചീട്ടയോടെ തന്നെയാണ് ആ മുറി ഇപ്പോഴും ഉള്ളത്. ഒത്ത നടുക്കായി അവൻ്റെ ഫോട്ടോയിൽ മാല ചാർത്തിയിരിക്കുന്നു. അവൾ കുറച്ച് സമയം അതിലേക്ക് തന്നെ നോക്കി നിന്നു. ചേച്ചി, പുറകിൽ നിന്നുള്ള ശബ്ദം കേട്ടാണ് അവൾ തിരിഞ്ഞു നോക്കിയത്. അശ്വിൻ്റെ മൂത്ത സഹോദരി അശ്വിനിയായിരുന്നത്. അവളെ നോക്കി ശിവ പുഞ്ചിരിച്ചു. ഞാനിന്ന് ചേച്ചിയുടെ കൂടെ കിടന്നോട്ടെ? അവളൊരു അപേക്ഷയോടെ ശിവയോട് ചോദിച്ചു. മോളുവാ എന്ന് പറഞ്ഞ് ശിവ അവളെ ചേർത്ത് പിടിച്ച് കിടന്നു. രാത്രി ഏറെ വൈകിട്ടും ഉറക്കം വരാതെ തിരിഞ്ഞു മറിഞ്ഞും കിടക്കുകയാണ് അച്ചായൻ. കണ്ണടക്കുമ്പോൾ കാണുന്നത് ശിവയുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളാണ്. ഒരു സമയത്ത് ആ കണ്ണുകൾ അന്വേഷിച്ച് താൻ ഏറെ നടന്നതാണ്. ഒരിക്കലും ആ കണ്ണുകൾ നിറയുന്നത് താൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇന്നിപ്പോൾ ആ കണ്ണുകളിലെ തിളക്കം എങ്ങോ പോയി മറഞ്ഞിരിക്കുന്നു. അവൻ എഴുന്നേറ്റ് അലമാരയിലുള്ള ശിവയുടെ ഒരു ഫോട്ടോ കയ്യിലെടുത്തു. കുറച്ച് സമയം അതിലേക്ക് തന്നെ നോക്കി നിന്നു. അറിയാം, നീ എനിക്കൊരിക്കലും സ്വന്തമാവില്ലെന്ന്. എന്ന് കരുതി വിട്ടുകളയാൻ എനിക്ക് സാധിക്കുന്നില്ല. നിന്റെ ജീവിതം എൻ്റെ കൺമുമ്പിൽ കിടന്ന് നശിക്കുന്ന കാണാൻ എനിക്ക് വയ്യ ശിവ. ഒത്തിരി സ്നേഹിച്ചതാ നിന്നെ ഞാൻ. പ്രാണനെ പോലെ സ്നേഹിച്ചവളെ പാതിയാക്കാൻ ഏതൊരാളെയും പോലെ ഞാനും കൊതിച്ചിരുന്നു. നീയുമായുള്ള ജീവിതത്തെക്കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങൾ ഞാൻ നെയ്ത് കൂട്ടിയിരുന്നു. ഒടുവിൽ ചങ്കായി കൊണ്ടു നടക്കുന്നവൻ്റെ ചങ്കിടിപ്പ് നീയാണെന്ന് അറിഞ്ഞപ്പോൾ എല്ലാ സ്വപ്നങ്ങളും ഞാൻ ഉപേക്ഷിച്ചതാണ്. പ്രാണൻ പൊടിയുന്ന വേദനയോടെ നിന്നെ അവന് വിട്ടുകൊടുത്തതാണ്. അറിയാമായിരുന്നു എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ടെന്നറിഞ്ഞ് അവൻ നിന്നെ എനിക്ക് നൽകുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഇഷ്ടത്തെ ആരും അറിയാതെ ഞാൻ കുഴിച്ചു മൂടിയത്. എവിടെയായിരുന്നാലും നീ സന്തോഷത്തോടെ ജീവിച്ചാൽ മതിയെന്ന് ആഗ്രഹിച്ച ഞാൻ ഇന്ന് നിന്റെ ജീവിതം കണ്ട് വേദനയോടെ നിൽക്കേണ്ടി വന്നു. നിന്നെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്ന പോലെ എന്നെ മനസ്സിലാക്കാൻ നിനക്ക് കഴിയുന്നില്ലല്ലോ ശിവ. നീ എന്നും എൻ്റെ ഉള്ളിൽ ഒരു നൊമ്പരമായി തന്നെ അവശേഷിക്കുമോ? വേദനയിൽ കുതിർന്ന ഒരു പ്രണയമാണല്ലോ നമ്മൾ രണ്ടുപേർക്കും കർത്താവ് വിധിച്ചത്. അയാളുടെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീർ ഫോട്ടോയിലേക്ക് വീണു. അതിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് തൻ്റെ ഫോൺ ശബ്ദിക്കുന്നത് അച്ചായൻ കേട്ടത്. ഫോട്ടോ സുരക്ഷിതമായി അവിടെ തന്നെ വെച്ച് അയാൾ ഫോൺ എടുത്ത് നോക്കി. ഡിസ്പ്ലേയിൽ പേര് കണ്ടതും അയാളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. എന്താ പാത്തുമ്മ, ഈ നേരമായിട്ട് ഉറങ്ങിയില്ലേ നീ? ഫോൺ എടുത്ത ഉടനെ അച്ചായൻ ചോദിച്ചു. ഈ ചായൻ ഉറങ്ങിക്കാളെന്ന് എനിക്ക് ഉറപ്പാണ്, അതാ ഞാനിപ്പോൾ വിളിച്ച്. മറുതലക്കിൽ നിന്ന് പാത്തുവിൻ്റെ ശബ്ദം കേട്ടതും അവനൊന്ന് ചിരിച്ചു. ഈ ചായ, ശിവയെ ഞാനൊരിക്കലും കുറ്റപ്പെടുത്തില്ല. അവൾക്ക് ഇക്കയെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. മറ്റൊരു ജീവിതത്തിലേക്ക് അവൾക്ക് പ്രവേശിക്കാനും കഴിയില്ല. അതുപോലെ തന്നെയാണ് എൻ്റെ ഇച്ചായൻ്റെ കാര്യം. വിധി നിങ്ങളോട് വല്ലാത്ത ക്രൂരതയെ കാണിച്ച് അവളൊരു തേങ്ങലോടെ പറഞ്ഞു. ഏയ് സാരല്ല മോളെ, ഇതൊരു സുഖമുള്ള വേദനയാണ്. ഇങ്ങനെ ജീവിക്കാനും ഭാഗ്യമുള്ളവർക്കേ സാധിക്കൂ. ഞങ്ങൾ രണ്ടാളിപ്പോൾ ജീവിക്കുന്നത് ഞങ്ങളുടെ പ്രണയത്തിന് വേണ്ടിയാണ്. ഇതിങ്ങനെ പോട്ടെ, നിങ്ങളാരും ഞങ്ങളുടെ ജീവിതം കണ്ട് വേദനിക്കരുത്. അയാൾ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എന്തു പറഞ്ഞാൽ രണ്ടുപേർക്കൊരു തത്വമുണ്ട്. ഇതിങ്ങനെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. ഇത് നിങ്ങൾക്ക് വേണ്ടിയല്ല, എൻ്റെ ഇക്കാക്ക് വേണ്ടിയാണ്. നിങ്ങൾ ഓർത്ത് എൻ്റെ ഇക്ക സങ്കടപ്പെടുന്നുണ്ടാവും. അത് ഞാൻ സമ്മതിക്കില്ല. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ചു പോകും. അത് പറയുമ്പോൾ അവളുടെ സ്വരം ഉറച്ചതായിരുന്നു. കുറച്ച് സമയം സംസാരിച്ചു. നാളെ കാണാമെന്ന് പറഞ്ഞ് പാത്തു ഫോൺ വെച്ചു. അച്ചായൻ ശിവയെക്കുറിച്ച് ഓർത്ത് കിടന്ന് എപ്പോഴോ ഉറക്കത്തിലേക്ക് വീണു. തന്നെ ഇറുകെ പൊടന്നുകൊണ്ട് കിടക്കുന്ന അശ്വിനിയെ ശിവ വാത്സല്യത്തോടെ നോക്കി. അച്ചുവേട്ടൻ്റെ തനി പകർപ്പാണിവൾ. പെങ്ങന്മാരെക്കുറിച്ച് പറയുമ്പോൾ അച്ചുവേട്ടൻ എന്നും വാചാലനാകുമായിരുന്നു. ശിവ അശ്വിനിയുടെ കൈകൾ മെല്ലെ എടുത്തു മാറ്റി അവളെ ഉണർത്താതെ അവിടുന്ന് എഴുന്നേറ്റു. പതിയെ ജനാലയുടെ അരികിലേക്ക് നീങ്ങി. അവിടെ നിന്ന് നോക്കിയാൽ അശ്വിൻ്റെ അസ്ഥിത്തറ കാണാം. അവൾ വേദനയോട് അവിടേക്ക് നോക്കി. അച്ചുവേട്ടൻ്റെ ഗന്ധമുണ്ട് ഈ മുറിക്ക്. ഇവിടെ അച്ചുവേട്ടൻ ഉള്ളതുപോലൊരു തോന്നൽ. ഒരുപാട് കഥകളുണ്ടാവും ഈ മുറിക്ക് പറയാം. എൻ്റെ ഏട്ടൻ്റെ സ്വപ്നങ്ങൾക്കും സങ്കടങ്ങൾക്കും ഈ മുറി സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവും. ഏട്ടനിപ്പോൾ എന്നെ കാണാൻ കഴിയുന്നുണ്ടാവൂ? അവൾ വേദനയോടെ ഓർത്തു. ചേച്ചി ഉറങ്ങിയില്ലേ? പുറകിൽ നിന്നുള്ള അശ്വിനിയുടെ ശബ്ദം കേട്ടാണ് അവൾ ചിന്തകളിൽ നിന്ന് ഉണർന്നത്. അവൾക്ക് നേരെ ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് ശിവ അവളുടെ അരികിൽ ചേർന്ന് കിടന്നു. ഞാനൊരു കാര്യം ചോദിച്ചാൽ പറയാവോ? അവൾ ശിവയെ നോക്കി ചോദിച്ചു. ചോദിക്ക്, എനിക്കറിയാവുന്നതാണ്, ഞാൻ പറഞ്ഞുതരാം. ശിവ അവളുടെ മുടിയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ ഏട്ടന് ചേച്ചി ഒത്തിരി ഇഷ്ടമായിരുന്നു. ചേച്ചിയുടെ സ്നേഹവും ഞങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഇത്ര സ്നേഹിച്ച്? നിങ്ങളുടെ പ്രണയം അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് ചേച്ചി, അതൊന്ന് പറഞ്ഞു തരൂ? അവൾ അപേക്ഷയോടെ ചോദിച്ചു. ശിവ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. തൻ്റെ കോളേജ് ജീവിതത്തിലേക്ക് വീണ്ടും ഒരു തിരിഞ്ഞുനോട്ടം നടത്തി. അന്ന് വൈശാഖിൻ്റെ കരണത്തടിച്ച സമയത്ത് അവൻ്റെ കണ്ണിലെ പക താൻ കണ്ടതാണ്. ഭയം തന്നെ കീഴ്പ്പെടുത്തിയുണ്ടാവും. ശരീരം മൊത്തം തളരുന്ന പോലെ തോന്നി. അശ്വിൻ്റെ കൈകളിലേക്കാണ് അവൾ കുഴഞ്ഞു വീണത്.
ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ശിവ അവൻ്റെ കൈകളിലേക്ക് വന്ന് വീണത്. അവളെ കൈകളിലേക്ക് കോരിയെടുത്ത് അവൻ പരിഭ്രമത്തോടെ ചുറ്റും നോക്കി. അവളെ എടുത്ത് അടുത്ത് കണ്ട ക്ലാസ് റൂമിലേക്ക് അവൻ ഓടി. അപ്പോഴേക്കും കാർത്തി അവിടേക്ക് വന്നു. അവളെ കണ്ടതും അവൻ ഭയത്തോടെ അശ്വിനെ നോക്കി. അശ്വിൻ ഒഴിഞ്ഞൊരു ബെഞ്ചിലേക്ക് അവളെ കിടത്തി. അപ്പോഴേക്കും കാർത്തി ഒരു ബോട്ടിൽ വെള്ളവുമായി എത്തി. അശ്വിൻ അതിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് അവളുടെ മുഖത്തേക്ക് കുടഞ്ഞു. അവൾക്ക് ബോധം വരുന്നത് നോക്കി നിൽക്കുന്നതിനിടയിലാണ് വാതിലിനടുത്തേക്ക് ആരോ വന്നു. അവർ ഞെട്ടിത്തിരിഞ്ഞ് അങ്ങോട്ട് നോക്കി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.